നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വീഡിയോ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന സിനിമകളാണ്. ഇപ്പോൾ ഈ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൻ്റെ ഒരു പെയ്ഡ് പ്രിവ്യൂ, അതായത് സിനിമ റിലീസാവുന്ന 13-ാം തീയതിയാണ്. പക്ഷേ ഈ ഞായറാഴ്ച, അതായത് ഇന്ന്, അവർ ആക്ച്വലി ഒരു പെയ്ഡ് പ്രിവ്യൂ നടത്തി. ഒറ്റ ഷോ ഉണ്ടായുള്ളൂ, ഐമാക്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നു ഈ ഷോ. അതായത് ഒരു ഷോയെ എല്ലായിടത്തും ഉണ്ടാവുള്ളായിരുന്നു. ചില സ്ഥലത്ത് 4 മണിക്കായിരുന്നു, ചില സ്ഥലത്ത് 4:30, കുറേ സ്ഥലത്ത് 7:15, അങ്ങനെ ഡിഫറെൻറ്റ് ടൈംസിലായിരുന്നു. എല്ലാം ഈവനിങ് ടു നൈറ്റ് ഷോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സിനിമ എന്ന് വെച്ചാൽ പണ്ടിറങ്ങിയ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന സിനിമയുടെ ഒരു ലൈവ് ആക്ഷൻ വേർഷനാണ്. അപ്പോൾ ഈ സിനിമ ആദ്യമായിട്ട് ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ട്രെയിലർ കാണുമ്പോൾ ഇത് പഴയ സിനിമയുടെ സീൻ ബൈ സീനാണ്, ഫ്രെയിം ബൈ ഫ്രെയിം കോപ്പിയായിരുന്നു. മാത്രമല്ല, പണ്ട സിനിമ ഞാൻ കണ്ട് ഒരുപാട് നാളായെങ്കിലും ഇത് കാണുമ്പോൾ തന്നെ എനിക്കത് ഓർമ്മ വരും. കാരണം എനിക്ക് ആ സിനിമ അത്ര ഇഷ്ടമായിരുന്നു. കാരണം പണ്ട് ഈ സിനിമ ഇറങ്ങിയപ്പോൾ ചിലപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഈ അടുത്തായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ വെച്ചത് എന്താണ് ഇങ്ങനെ സിനിമ ഇറക്കുന്നത്, ചുമ്മാ ഒരു ക്യാഷ് ഗ്രാബാണ്, ഇത് കാണേണ്ട കാര്യമുണ്ടെന്നും. പിന്നെ 3D ആണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ആ 3D ആയതുകൊണ്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രാവശ്യം കാണാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇൻട്രസ്റ്റ് ശരിക്കും കയറിയത് ഇത് IMAX 3D ആണ്. IMAXിൽ 50 മിനിറ്റിന് മേലെ IMAX എക്സ്പാൻഡ് റേഷ്യോ ഉണ്ടാവും എന്നുള്ള അനൗൺസ്മെൻറ്റ് കാരണമാണ് എനിക്ക് ഇൻട്രസ്റ്റ് ശരിക്കും കയറിയത്. അപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ നെഫ്യൂ ഉണ്ട്, അവനും കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തായെന്ന് തന്നെ. അപ്പോൾ സത്യം പറഞ്ഞാൽ IMAX വന്നതിൻ്റെ ഒരു ഗുണം വീണ്ടും ഉണ്ടായി. നമുക്കൊരു പ്രിവ്യൂ ഷോ, അത് പെയ്ഡ് പ്രിവ്യൂ ഷോ നമുക്ക് നേരത്തെ കാണാൻ പറ്റി. ഇപ്പോൾ അവിടെ IMAX കൊച്ചിയിലുണ്ടായിരുന്നതിന് കാണാൻ പറ്റില്ലായിരുന്നു. സോ താങ്ക് യു സിനിപോളിസ് അഗെയിൻ. അപ്പോൾ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിനിമ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ട് ഞാൻ ശരിക്കും ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. ശരിയാണ്, സംഭവം ഫ്രെയിം ടു ഫ്രെയിം ആണ്, സീൻ ബൈ സീനാണ്. ബട്ട് യെറ്റ് ഈ സിനിമ ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. കാരണം നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ IMAX റേഷ്യോ എക്സ്പാൻഡ് ആകുന്ന സൂപ്പർബായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി അവർ എവിടേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ 3D അടിപൊളിയായിരുന്നു, സൂപ്പർ 3D ആയിരുന്നു. 3Dക്ക് വേണ്ടി മാത്രം ഞാൻ ഈ സിനിമ രണ്ടാമത് കാണാൻ റെഡിയാണ്. കാരണം അത്രയും നല്ല രസമുള്ള രീതിയിലാണ് 3D ചെയ്തിരിക്കുന്നത്. IMAXിലേക്കാളും IMAXിൽ അത്ര നല്ല 3D ആയിരുന്നു. ഇനി എനിക്കറിയില്ല ഇനി വേറെ സ്ഥലത്ത് പോയി കാണുമ്പോൾ ഇത്ര നല്ല 3D ഉണ്ടാവില്ല എന്നൊക്കെ. കാരണം ഞാൻ ഓൾറെഡി ഇതുപോലെ ചൈനീസ് മൂവി ഉണ്ടായിരുന്നല്ലോ, നീസ 2 എന്ന അനിമേഷൻ, IMAXൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. പക്ഷേ ഞാൻ സാധാ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ആ എഫക്റ്റ് കിട്ടിയില്ല. പക്ഷേ ഇത് നീസ 2 പോലല്ല, നീസ 2നേക്കാളും അടിപൊളി 3D ആണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബ്രൈറ്റ്നസ് കുറവായിരുന്നു സിനിമയ്ക്ക്. അപ്പോൾ എനിക്ക് സിനിപോളിസോട് പറയാനുള്ള 3D സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ പ്രൊജക്ടർ മാക്സിമം ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ മാക്സിമം ബ്രൈറ്റ്നസ്സിൽ പ്ലേ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഒബിയസ്ലി ഡൽഹിയിൽ നിന്ന് കണ്ട എൻ്റെ ഫ്രണ്ട് ഇത് തന്നെയാണ് പറഞ്ഞത്. സിനിമയുടെ 3D സിനിമയ്ക്ക് ബ്രൈറ്റ്നസ് കുറവായിരുന്നാണ് അവൻ എന്നോട് ചോദിച്ചത്. സിനിമയുടെ കോമൺ ഇഷ്യൂ ആയിരിക്കും, പക്ഷേ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കൂട്ടാവുന്നുള്ളൂ. പ്രത്യേകിച്ചും സിനിപോളിസ് കൊച്ചി ഒരു ചെറിയ സ്ക്രീനാണ്, അവർക്ക് കുറേ കൂടി ബ്രൈറ്റ്നസ് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റേണ്ടതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മാത്രമാണ് ഇതിന് പ്രശ്നമായിട്ട് തോന്നി. പിന്നെ ഒബ്വിയസ്ലി കുട്ടികളുടെ സിനിമയായതുകൊണ്ട് ഒരു ഡ്യൂൺ പോലത്തെ സിനിമയുടെ സൗണ്ട്, ഹൈ ലെവൽ നെഞ്ചിടിക്കുന്ന സൗണ്ടൊന്നും ഇതിനില്ല. അതിലാകെ അവസാനത്തിൽ ഡ്രാഗൺ വരുന്ന സീക്വൻസിൽ മാത്രമാണ് ശരിക്കും IMAXിൻ്റെ ബേസ് ശരിക്കും റോൾ ഔട്ട് ചെയ്യുന്നത്. അല്ലാത്ത സമയത്തൊന്നും അത്രയും ബേസ് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാനിത് കുട്ടികളെ ഫോക്കസ് ചെയ്യുന്ന സിനിമകൾക്ക് എപ്പോഴും ഞാൻ ഈ പ്രശ്നം കണ്ടിട്ടുണ്ട്. IMAXിൽ എല്ലാ സിനിമകൾക്കും നല്ല ബേസ് ഉണ്ടാകും, പക്ഷേ ഇങ്ങനത്തെ സിനിമകൾക്ക് ഒരു ബേസ് അല്ല, സൗണ്ട് കുറവായിരിക്കും അന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് IMAXിൽ അത് 13-ാം തീയതി കാണുവാണെങ്കിൽ നിങ്ങളൊരു IMAX സിനിമ കാണാണ്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ ഇത് മിസ് ചെയ്യരുത്. കാരണം ആ എക്സ്പാൻഡ് റേഷ്യോക്ക് മാത്രം വിത്ത് 3D മാത്രം വേർത്താണ് ഇത് തിയേറ്ററിൽ പോയി കാണാൻ. ഞാൻ രണ്ടാമത് കാണുവാണെങ്കിൽ മിക്കവാറും ഞാൻ IMAXിൽ കാണില്ലായിരിക്കും, വേറെ വല്ല സ്ക്രീനിലും ട്രൈ ചെയ്യുന്നതായിരിക്കും. പറ്റുവാണെങ്കിൽ നമ്മുടെ PVRലെ റിയൽ 3D സ്ക്രീനിൽ ഏതിലെങ്കിലും, അല്ലെങ്കിൽ PXLോ അല്ലെങ്കിൽ നമ്മുടെ OD6 ഇറങ്ങുമെന്ന് നോക്കിയിട്ട് അവിടെ വല്ലതും പോയി തലവെച്ച് നോക്കണം എന്ന് എനിക്കുണ്ട്. അറിയില്ല എങ്ങനെ കാണാൻ പോകണം. എന്നാലും രണ്ടാമത് ഞാൻ കാണും. ഇതിൽ ജെറാർഡ് ബട്ട്ലർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. പക്ഷേ പുള്ളി കുറച്ച് കാലമായിട്ട് പുള്ളിയുടെ സിനിമകളൊന്നും നല്ല പുള്ളി ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ പുള്ളി അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് പുള്ളിനെ ഭയങ്കര ഇഷ്ടമായി സിനിമയ്ക്കകത്ത്. ബാക്കിയുള്ളവരെല്ലാം നന്നായിരുന്നു. ബട്ട് പുള്ളി എന്തോ ഒരു കുറച്ചും കൂടി എല്ലാവരെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആക്ടർ ആയതുകൊണ്ടായിരിക്കാം പുള്ളിക്ക് കുറച്ചും കൂടി, പുള്ളി ഫുൾ നേരം ഇല്ല എല്ലാവരുടെ അത്രയും. പക്ഷേ പുള്ളി ഉള്ളപ്പോൾ പുള്ളി സിനിമേനെ അല്ലെങ്കിൽ പുള്ളിയുടെ പെർഫോമൻസ് വെച്ച് പുള്ളി ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ജെനുവിൻ ആയിരുന്നു പുള്ളിയുടെ പെർഫോമൻസ്. സത്യം പറഞ്ഞാൽ പുള്ളിനെ അങ്ങനെ നന്നായി പെർഫോം ചെയ്ത് കണ്ടിട്ട് കുറച്ച് കാലമായി സത്യം പറഞ്ഞാൽ. ബാക്കിയുള്ളതെല്ലാം നന്നായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഈ സിനിമയിലെ ഹീറോയിൻ നമ്മുടെ പണ്ടത്തെ ടാൻഡിയ ന്യൂട്ടൻ്റെ മോളാണ് ഈ നിക്കോ പാർക്കർ എന്ന ഇതിലത്തെ ഹീറോയിൻ. ഒബ്വിയസ്ലി എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇന്ന് ആക്ച്വലി ഇവിടെ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാരത്തിൻ്റെ മോളാണ്. ഞാനങ്ങനെ സീരീസ് ഒന്നും കാണാറില്ല, ഈ കൊച്ചു വേറെ സീരീസിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഹീറോ ആയിട്ട് അഭിനയിച്ചാണ് നന്നായിട്ട് ചേരുന്നത്. പക്ഷേ കാർട്ടൂണിൽ സൗണ്ട് കൊടുത്ത ഹീറോ ഉണ്ട് പുള്ളിക്കാരൻ. എനിക്കെന്തോ സോഫ്റ്റ് കോർണർ ഉണ്ട് പുള്ളിയുടെ സൗണ്ടിനോടും പുള്ളിയോടും.
പക്ഷേ ഇവൻ അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ VFX ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ഡ്രാഗൺസൊക്കെ ഉണ്ട്, നല്ല രസമാണ് സത്യം. പിന്നെ ഭയങ്കര എൻജോയബിൾ മൂവിയാണ്. ഞാൻ മിസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ലിലോ ആൻഡ് സ്റ്റിച്ച് കാണാൻ പോയ സമയത്ത് ഭയങ്കരമായിട്ട് ക്രൗഡ്, ഒരു 10-25 പേരുണ്ടായി. പക്ഷേ അന്ന് വന്ന കുട്ടികൾ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. അന്ന് അവർ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അവർ ഭയങ്കര കയ്യടിയും ബഹളമൊക്കെ ആയിരുന്നു. ആ ഒരു ഓഡിയൻസ് ആക്ച്വലി സിനിമയ്ക്ക് വന്നില്ല, കൂടുതലും കുട്ടികളുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ചു കുട്ടികളുടെ സിനിമ കാണാൻ പോകുമ്പോൾ ഞാനൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് കുട്ടികൾ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അവർ ഇത്തിരി കൂടി ഓളം കുട്ടികൾ ഉണ്ടാക്കുന്നു വെച്ചു, കാരണം കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണല്ലോ. കാരണം ഞാൻ അന്ന് ആ സിനിമ ട്രെയിലർ ലിലോ ആൻഡ് സ്റ്റിച്ചിനെ ഓടി PVRൽ കാണിച്ചപ്പോൾ ഉണ്ടായിരുന്ന റിയാക്ഷൻ്റെ ആ റിയാക്ഷൻ ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ ഭയങ്കര എൻജോയബിളാണ്. എൻ്റെ നെഫ്യൂവിനും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ രണ്ടുപേർക്കും ടോട്ടലി ഞങ്ങൾ ഇന്നാണ് ഈ സിനിമയ്ക്കകത്ത് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും പറ്റുവാണെങ്കിൽ IMAX തന്നെ 13-ാം തീയതി ഇറങ്ങുമ്പോൾ കാണാൻ ശ്രമിക്കുക. കാരണം ദിസ് ഇസ് വർത്ത് യുവർ മണി, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഇതുപോലെ 50 മിനിറ്റ് റേഷ്യോ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു, നല്ലൊരു 3Dയും പിന്നെ സിനിമകൾ വളരെ കുറവാണ്. അതുകൊണ്ട് മിസ് ചെയ്യരുത് തിയേറ്ററിൽ. ഓക്കെ, എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ആരെങ്കിലും ഓൾറെഡി പ്രിവ്യൂ ഷോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴത്ത് പറയുക. എന്തായാലും 13-ാം തീയതി നിങ്ങൾ സിനിമ കാണുമല്ലോ, അപ്പോൾ അത് കണ്ടിട്ട് അന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീട്ടിൽ കാണാം. ബൈ.